ഹരി ഓം. കുറേ പേര് ചോദിച്ച ചോദ്യം, വളരെ പ്രസക്തവും ഇന്നത്തെ കാലഘട്ടത്തിൽ മിക്ക കുടുംബങ്ങളിലും കണ്ടുവരുന്ന ഒരു അവസ്ഥ. ആത്മീയ വളർച്ചയിലൂടെ മനസ്സമാധാനം എത്താൻ സാധിക്കുമോ? പല വീട്ടിലെ സാഹചര്യങ്ങളെയും നേരിടാൻ പൊതുവായ ഒരു വഴി ആത്മീയതയിലൂടെ നേടാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം. ആത്മീയ സന്യാസിമാരുടെ ഒരു ജീവിത ശൈലിക്കും കുടുംബ ഭാരം അല്ലെങ്കിൽ കുടുംബജീവിതം നയിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വ്യക്തിയുടെ ഗൃഹസ്ഥാശ്രമിയുടെ നിലയും അതിൽ ആത്മീയമായ ഏറ്റവും ഹൈ ലെവലിലിരിക്കുമ്പോഴും മനസ്സമാധാനം കൈവരിക്കാൻ സാധിക്കാത്ത അവസ്ഥയും സാധനയിലൂടെ പ്രാക്ടീസിലൂടെ ആത്മീയ ലോകം എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ട് വിശ്വാസം കുറയുകയും സാഹചര്യങ്ങളുടെ സാക്ഷിഭാവം ദ വിറ്റ്നസിങ് ദ കോൺഷ്യസ്നെസ് എന്നാണ് പറയുക, കാണാനുള്ള മനസ്സിൻ്റെ പാകത എത്താതെ പോവുകയും രാവിലെ വിഷ്ണു സഹസ്രനാമം, വൈകുന്നേരം ലളിതാ സഹസ്രനാമം കണ്ണടച്ച് കുറേ സമയം ഇരിക്കുക, മനസ്സിന് ശാന്തത കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുമെന്നൊക്കെ വിശ്വസിച്ച് ഇരിക്കുക. പക്ഷേ പ്രാരബ്ധ കർമ്മത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കില്ല. ആത്മസംരക്ഷണം, സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വേദനിക്കുന്ന ചുറ്റുപാടുകളിൽ വാക്കുകളോടും പല പ്രവൃത്തികളിലൂടെയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കവചം സൃഷ്ടിക്കാൻ, മനസ്സിന് സംരക്ഷണം സൃഷ്ടിക്കാൻ, മനസ്സിന് ആത്മീയ ബലം നൽകാൻ ആത്മീയതയ്ക്ക് സാധിക്കുമോ എന്നാണ് ചോദ്യം. നെഗറ്റീവ് ചിന്തകൾ മൈൻഡ് കൺട്രോളിന് ക്ലാസ്സുകൾ കേട്ടതുകൊണ്ട് സാധിക്കുമോ എന്നാണ്. ചിന്തകളെ അവഗണിക്കുകയാണ് ഏറ്റവും നല്ലത്. പല വ്യത്യസ്തമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസ് പലരും കൊടുത്തു എന്നൊക്കെയാണ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളവർ എഴുതുക. അത് ചിന്തിക്കുക, സോൾവ് ചെയ്യുക, റിസോൾവ് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. മനസ്സിനെ അനാവശ്യമായി അസ്വസ്ഥമാക്കുന്ന ചിന്തകളിൽ പലപ്പോഴും കടന്നു പോവുകയാണ്. എഴുത്തിലൂടെയും ഡിസ്കഷനിലൂടെയും ജസ്റ്റിഫിക്കേഷനുള്ള ശ്രമവും ഒക്കെയാണ് നടക്കുക. സൊല്യൂഷനാണ് പ്രാധാന്യം, പ്രോബ്ലം അല്ല. അതുകൊണ്ട് ഡോണ്ട് ഡിഗ് ടു മച്ച്. പ്രശ്നങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് പ്രശ്നത്തെക്കാൾ വലിയ ഭാരം ഉണ്ടാക്കി തീർക്കാതിരിക്കുക. പലപ്പോഴും പ്രശ്നങ്ങൾ 5 മിനിറ്റും പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചിന്ത 5 മണിക്കൂറും 5 ദിവസവും 5 മാസവും 5 വർഷമൊക്കെ ആയിട്ട് മാറും. അതുകൊണ്ട് നല്ലൊരു സൈക്കോളജിക്കൽ പ്രാക്ടീസ് അല്ല എഴുതി വെച്ച് തീർക്കുക, ഡിസ്കസ് ചെയ്ത് തീർക്കുക എന്നുള്ളത്. ഇതൊക്കെ തിയററ്റിക്കലി കറക്റ്റാണ്. ഭാരതീയമായ സങ്കല്പത്തിൽ നമ്മൾ എല്ലാ ദിവസവും ഇടപെടേണ്ട ആൾക്കാരുടെ കൂടെ ഇത്തരം പരിപാടികളൊന്നും നടക്കില്ല. കാരണം നമ്മുടെ അതേ റെസ്പോൺസ് അല്ല ബാക്കിയുള്ളവർക്ക്. പിന്നെ രണ്ടാമതും സെക്കൻഡ് ചാപ്റ്റർ അടി തുടങ്ങുകയാണ് ചെയ്യുക, സെക്കൻഡ് സീരീസ് ആയിട്ട് പോകുന്നത്. അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു തെറാപ്റ്റിക് പരിഹാരമാണ്. നമുക്കതിന് സന്നദ്ധത ഉണ്ടാവില്ല രണ്ട് പാർട്ടികളിലും. അതുകൊണ്ട് തന്നെ പലപ്പോഴും അത് നടക്കാറില്ല. അതുകൊണ്ട് എന്തു ചെയ്യാൻ പറ്റും? നമ്മുടെ ഒരു ലോകം സൃഷ്ടിക്കുക. ഫിസിക്കലി നമ്മൾ ആരുടെ കൂടെ അല്ലെങ്കിലും സ്വപ്നത്തിലും ചിന്തകളിലും നമുക്ക് നമ്മുടേതായ ലോകം സൃഷ്ടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളെ അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി വലിയ ലക്ഷ്യങ്ങളും വലിയ മോഹങ്ങളും വലിയ സങ്കല്പങ്ങളും വലിയ സന്തോഷങ്ങളും ഉണ്ടാക്കിയെടുക്കാനും അതിൽ ചെലവിടാനും ഒക്കെ ശ്രമിക്കുക. കുടുംബത്തിൽ വ്യത്യസ്തമായ വ്യക്തികളുണ്ടാവും. അവർക്കൊക്കെ വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളുണ്ട്. മറ്റുള്ളവരെ മാറ്റി എൻ്റെ ലൈനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വലിയൊരു അപാകതയാണ്. എന്നാൽ 2 പേർക്കും ചേരുന്ന ഒരു വഴി, അതും ബുദ്ധിമുട്ടാണ്. 2 വഴിയിലൂടെ സഞ്ചരിക്കുകയും ഒരേ സ്ഥലത്തിരിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന ലോകമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ആരും ആരുടെ കൂടെയും 5 മിനിറ്റിലധികം 10 മിനിറ്റിലധികം ഒന്നും ഒരു വീട്ടിൽ ചിലവഴിക്കാറില്ല. മണിക്കൂറുകളോളം ഉണ്ടാവും. പക്ഷെ അത് സിനിമ കണ്ടിട്ട് കൂടെ ഇരിക്കുന്നല്ലാതെ അതിലുള്ള ഡിസ്കഷൻസ് ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ലീവ് ഇറ്റ് ടു ടൈം.
കുറച്ച് കഴിയുമ്പോൾ ഈ പ്രശ്നം മാറി വേറെ വലിയ പ്രശ്നങ്ങൾ വരും. ഒരു വീട് പണിയുന്ന പ്രശ്നമാണെന്ന് വിചാരിക്കാം. ആ പ്രശ്നം വരുന്ന സമയത്ത് ആദ്യം തറകെട്ടലിലായിരിക്കും അടിപിടി, പിന്നെ അതിനു മുമ്പ് പ്ലാനിങ്ങിലായിരിക്കും, പിന്നെ അതിൻ്റെ പെയിൻറ്റിങ്ങിലായിരിക്കും. പ്രശ്നങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അത് എൻജോയ് ചെയ്യാം. അതല്ലാതെ നമുക്ക് പറയാൻ പറ്റുന്നത് പറയാൻ നടക്കില്ല എന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ വഴി നിങ്ങൾ ചെയ്തോളൂ, ഞാൻ എൻജോയ് ചെയ്യാം. ഓക്കെ, പെയിൻറ്റ് ഏതടിച്ചാലും കർട്ടൻ എനിക്കുള്ള ഇട്ടാൽ പോരെ. ഞാൻ ആ പെയിൻറ്റിലേക്ക് നോക്കാതെ കർട്ടനിലേക്ക് നോക്കി, ഫ്ലോറിലേക്ക് നോക്കി, റൂഫിലേക്ക് നോക്കിയാൽ മതി ചിലപ്പോൾ. അപ്പോൾ പ്രതികരണങ്ങൾ നിയന്ത്രിക്കുക. ഈ നാർസിസ്റ്റിക് സ്വഭാവമുള്ളവരെ എങ്ങനെ കുറ്റപ്പെടുത്തുന്നവരെ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് എല്ലാവരും കടന്നു പോയിട്ടുണ്ട്. ആ കടന്നു പോയതിൽ വലിയ ആയുധങ്ങൾ നൽകി ഒരു ഇമേജ് ഉണ്ടാക്കി സൃഷ്ടിക്കുന്നവരെ അത് തച്ചു പൊളിക്കാനോ അടിച്ചു പൊളിക്കാനോ അത് ഇഗ്നോർ ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ശ്രദ്ധ മാറ്റുക. നമ്മൾ വളരെ ബിസിയാവും. കുട്ടികളുടെ പെരുമാറ്റങ്ങളും പ്രശ്നങ്ങളും പരിഹാരങ്ങളും വലിയ പ്രശ്നമാണ് വീട്ടിലൊക്കെ. ശ്രദ്ധയില്ല, ഏകാഗ്രതയില്ല, കുട്ടികൾ പഠിക്കുന്നില്ല, ക്രിയാത്മകമായ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നില്ല. നമ്മുടെ കൂടെ കുറേ പുസ്തകങ്ങളുണ്ടെങ്കിൽ, നമുക്ക് ചുറ്റും പുസ്തകങ്ങളാണെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മക്കളും വായനക്കാരാവും. ഈ സൈക്കോളജി, സൈക്കോതെറാപ്പി, കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നവർ ചിലപ്പോൾ എല്ലാത്തിലും ഫെയിലാവുമ്പോഴാണ് ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ടാവുക. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി പഠിക്കാൻ പറ്റില്ല, ബയോളജി പഠിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ ഒന്നും ആരവാത്തവരാണ് പലപ്പോഴും ഇത്തരം പ്രോഗ്രാമുകൾ ചെയ്ത് അവരോട് കുട്ടികളുടെ പ്രശ്നങ്ങളുമായിട്ട് നിങ്ങൾ പറയുമ്പോൾ കുട്ടികളുടെ പ്രശ്നങ്ങൾ ഇത്തരം വിഷയങ്ങൾ പഠിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇൻഡിവിജ്വൽ അസസ്മെൻറ്റ് നടക്കില്ല. അവർക്ക് മനസ്സിലാവാത്ത വിഷയത്തെക്കുറിച്ച് അവരെങ്ങനെ നിങ്ങൾ ഗൈഡ് ചെയ്യും? മാത്സ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് സൈക്കോളജിക്കൽ പ്രശ്നമുള്ളൊരുത്തനെ മാത്സിൽ തോറ്റ് പാളീസായിട്ട് സൈക്കോളജി പാസ്സായ ഒരാൾക്ക് കൊണ്ട് അയാൾ എന്ത് പറയും? മാത്സ് ബുദ്ധിമുട്ടാന്നേ പറയുള്ളൂ, അതില്ലെങ്കിലും ജീവിക്കാമെന്ന് പറയും. അയാളെ കാശുണ്ടാക്കേണ്ട, അയാളെ സംബന്ധിച്ചിടത്തോളം അതാണ്. നമുക്കതല്ലല്ലോ. ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റോ കൗൺസിലിങ്ങോ സൈക്കോതെറാപ്പിയോ ഒന്നും ആവശ്യമില്ലാത്ത പല സ്ഥലത്തും അതിനുവേണ്ടി അത് പ്രശ്നമാണെന്ന് കാണുന്ന പലരുമുണ്ട്. നമുക്കിഷ്ടമുള്ള വിഷയം, നമുക്ക് പഠിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ, നമുക്ക് കേൾക്കാൻ പറ്റുന്ന സംഭവങ്ങൾ, ഇഷ്ടമുള്ള വിഷയങ്ങളിലേക്ക് വ്യാപൃതരായി 200% ബിസിയായാൽ അത് എന്തിലായാലും, കൃഷിയിലാവട്ടെ, കിച്ചണിലാവട്ടെ, വീട് ക്ലീൻ ചെയ്യുന്നതിലാവട്ടെ, പഠനത്തിലാവട്ടെ, സോഷ്യൽ മീഡിയയിലാവട്ടെ, പഠനമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. രാത്രി കിടന്നുറങ്ങുമ്പം എൻ്റെ ജീവിതം ഇന്ന് വളരെ സഫലപൂർണ്ണമായിരുന്നുവെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് ചെലവിടാൻ സാധിച്ചാൽ, സ്വയം കുത്തലുകളില്ലാത്തിടത്തോളം കാലം അവനവൻ നന്നായിട്ട് നോക്കിക്കാണാൻ സാധിക്കുന്നതാണ് പോസിറ്റീവ് തിങ്കിങ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളിൽ പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മനസ്സമാധാനത്തിന് ഏറ്റവും നല്ല വഴി വ്യാപൃതരാവുക. പഠനത്തിലും മനുഷ്യൻ്റെ ഏക ഗുണം പഠിക്കാനുള്ള കഴിവാണ്. അത് ജീവിതശൈലി കെട്ടിപ്പടുത്താനും വിജയങ്ങളിൽ വലിയവരുമായിട്ടൊക്കെ ഇടപെടാനും ഒക്കെ സാധിക്കും. പക്ഷെ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന തറ പരിപാടികൾ, താൽക്കാലികമായി ചിരിക്കാനുള്ള പരിപാടികൾ കണ്ടിട്ട് എത്രയോ കാശ് ചെലവഴിച്ചിട്ട് അതിനു വേണ്ടി ആൾക്കാർ പോയിട്ട് എത്രയോ മണ്ടന്മാരുടെ അടുത്ത് പോയി എത്തപ്പെടുന്നു എന്നുള്ളതാണ്. ചുറ്റും അറിവും വിലയുള്ള അറിവും മാന്യമായ ജീവിതവും നൽകുന്ന കുറേ പേരുണ്ട്. അവരിലാണ് നമുക്ക്, അതല്ലാതെ കാണുന്ന ക്ഷേത്രങ്ങളിലൊക്കെ തെണ്ടി നടന്ന് തിരിച്ചു വന്ന് അസുഖം പിടിച്ച് തലവേദന, പലരും ക്ഷേത്രങ്ങളിൽ പോകും, തിരിച്ചു വന്നിട്ട് അയ്യോ എന്താ തലവേദന, ഈ തലവേദനക്കാണോ അവിടെ വരെ പോയത്? തലവേദന ഇല്ലാണ്ടാക്കാനല്ലേ അവിടെ പോണത്? അത് മാനസികമായിട്ടുള്ള തലവേദനയാണെങ്കിൽ അതിന് പ്രാപ്തി സ്വന്തം വീട്ടിലിരുന്ന് കിട്ടുന്നതിന് പകരം ചാടിപ്പടച്ച് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പിന്നെ തലവേദന പിടിക്കുന്നവരാണ്. എന്തിനാ ഇങ്ങനെയൊക്കെ പോകണമെന്നറിയില്ല. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് കേൾക്കൂ, ഗുരുവായൂരിലേക്കുള്ള വഴി വായിച്ചു കേൾക്കവേ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ട് അമ്പരന്നു എന്നാണ്. വളരെ കൃത്യമായിട്ട് ജീവിതത്തെ മനസ്സിലാക്കുക. കുറച്ചു കാലേ ഉള്ളൂ, ഇല്ല നമുക്കായൊരു സന്ധ്യരാപ്പാതിയല്ലാതെ മറ്റൊന്നുമില്ലെന്നിരിക്കവേ അർത്ഥം കൊടുത്തു പൊലിപ്പിച്ചെടുക്ക നാം. നമുക്ക് എങ്ങനെ നന്നായിട്ട് ജീവിക്കാൻ പറ്റും? ഓരോ നിമിഷവും നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമയിതും ചിരം. ഉണ്ടാവട്ടെ നല്ല നിമിഷങ്ങൾ. അത്തരം ഓർമ്മക്ക് സാധിക്കുന്ന നിമിഷങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയികൾ. ഓരോ നിമിഷവും ഓർമ്മിക്കാൻ സാധിക്കുന്ന സൃഷ്ടിപരതയുള്ള പുതിയ പുതിയ കാര്യങ്ങളുടെയൊക്കെ കണ്ടുപിടുത്തത്തിലും ഗവേഷണത്തിലും ചിന്തകളിലും പഠനത്തിലും ഡിസ്കഷനുകളിലും ഒക്കെ വ്യാപൃതരാവാൻ ശ്രമിച്ചാൽ വേറെ ഒരു പ്രശ്നങ്ങളും വലിയ പ്രശ്നങ്ങളായിട്ട് മാറില്ല. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.